പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ 9-ാം അധ്യായം 24-ാമത്തെ വാക്യം ഞാൻ വായിക്കും. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദം പ്രാപിക്കുന്നു എന്നറിയുന്നില്ല. നിങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. ദൈവത്തിന് സ്തോത്രം. പൗലോസിൻ്റെ ലേഖനങ്ങളുടെ വളരെ ആധികാരികമായ പ്രത്യേകത എന്ന് പറയുന്നത് തളർന്നിരിക്കുന്നവരെ ഉണർത്തുന്ന ആലോചനകളാണ് പൗലോസിൻ്റെ ലേഖനത്തിനകത്ത്. രണ്ടാമത്തെ പ്രത്യേകത, യേശു കർത്താവിനെ കണ്ടുമുട്ടിയവരുടെ വിശ്വാസ ജീവിതം എങ്ങനെയാകണമെന്ന് പഠിപ്പിക്കുന്നതാണ് പൗലോസിൻ്റെ ലേഖനത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തെ പ്രത്യേകത, യേശു കർത്താവിനു വേണ്ടി ഓടുവാൻ ഇറങ്ങി പുറപ്പെട്ടവർ അവരുടെ ഓട്ടം എങ്ങനെയാണ് ഓടേണ്ടതെന്നതിനെ കുറിച്ച് ഓർപ്പിക്കുന്ന ലേഖനങ്ങളാണ് പൗലോസിന്റെ ലേഖനം. ഞാൻ മൂന്നാമത് പറഞ്ഞ പൗലോസിന്റെ ലേഖനങ്ങളിലെ പ്രത്യേകതയിൽപ്പെട്ട ഒന്നാണ് ഞാനിപ്പോൾ വായിച്ച വേദഭാഗം. അവിടെ ദൈവത്തിനു വേണ്ടി അല്ലെങ്കിൽ കർത്താവിനെ അറിഞ്ഞ് ഇറങ്ങിയതായ ഒരു ദൈവപൈതലിനെ കുറിച്ച് പറയുന്നത് ഓട്ടക്കളത്തിൽ ഓടുന്നതായ ഒരു വ്യക്തിയെ കുറിച്ച്. ആ ഓട്ടക്കളത്തിൽ ഓടുന്ന വ്യക്തികളെ കുറിച്ച് പൗലോസ് പറയുന്നത്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദം പ്രാപിക്കുവാനുള്ളൂ എന്ന് അറിയുന്നില്ലയോ? പിന്നെയോ നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടണം. പൗലോസ് ഇവിടെ പറയുകയാണ്, നാം എന്തിനു വേണ്ടിയാണ് ഓടേണ്ടത്? നമ്മളൊക്കെ ഇന്നൊരു ഓട്ടക്കളത്തിലാണ്. പക്ഷെ നമ്മൾ എന്തിനു വേണ്ടിയാ ഓടുന്നത് എന്ന് ചോദിച്ചാൽ പലർക്കും അതറിയാത്തൊരു സാഹചര്യം. നാം എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നത്? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നാം ചർച്ചിൽ പോകുന്നത്? എന്തിനു വേണ്ടി ഉപവസിക്കുന്നത്? ഇങ്ങനെ പലവിധമായ ചോദ്യങ്ങൾ ചോദിച്ചാൽ പലർക്കും ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകുവാൻ പലർക്കും കഴിയാറില്ല. അതിന്റെ കാരണം എന്തെന്നറിയാമോ? സ്വന്തമായ തീരുമാനപ്രകാരമല്ല പലതും ചെയ്യുന്നത്. പരപ്രേരണയാലോ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടോ മാത്രം ചെയ്യുന്ന ചില രീതികളാണ്. പക്ഷേ പൗലോസ് പറയുകയാണ്, നമ്മൾ ഒരു ഓട്ടത്തിനായി ഇറങ്ങിയ ഒരു വ്യക്തിയാണെങ്കിൽ, അർത്ഥാൽ ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുകയും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ മുൻപിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം. എന്താണ് നമ്മുടെ ലക്ഷ്യം? ഒരു ഓട്ടക്കളത്തിൽ ഓടുന്നതായ ഒരു വ്യക്തിക്ക് ആ ഓട്ടം ഭംഗിയായി പൂർത്തീകരിച്ചാൽ തനിക്ക് അതിൽ നിന്നും തനിക്ക് മെഡൽ കിട്ടും, അല്ലെങ്കിൽ കിരീടം കിട്ടുമെന്നുള്ള പ്രത്യാശ കൊണ്ടാണ് താൻ മുൻപോട്ട് ഓടുന്നത്. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം. നമ്മുടെ ഉപവാസത്തിനൊക്കെ ഒരു ലക്ഷ്യമുണ്ടാകണം. നമ്മുടെ ആരാധനയ്ക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ടാകണം. നാം ദൈവത്തിന്റെ നാമത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം. ആരെങ്കിലുമൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നു, അതുപോലെ എനിക്കും ചെയ്യണമെന്ന രീതിയിൽ നാം ചെയ്തു കൂട്ടുന്ന ഒരു കാര്യത്തിന് നമുക്കൊന്നും പ്രാപിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ പൗലോസ് ഇവിടെ പറയുന്നു, പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുന്നവർ, നേടാൻ തക്കം ഓടുന്നവർ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന പ്രധാന വിഷയം, ഇന്നത്തെ നിങ്ങളുടെ യാത്ര, ഇന്ന് നിങ്ങൾ ദൈവസനിൽ കഴിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും നിങ്ങൾ ദൈവത്തിൽ നിന്നും ചിലത് പ്രാപിപ്പാനുള്ള പ്രാർത്ഥനയാകണം. ലഭിക്കുന്നിടം വരെ മുട്ടുവാൻ, ചോദിക്കുന്നത് ലഭിക്കത്തക്ക നിലയിൽ മുട്ടിക്കൊണ്ടിരിക്കുവാൻ, കണ്ടതിനെയല്ല കാണാത്തതിനെ പ്രാപിച്ചെടുപ്പാനുള്ള വിശ്വാസത്തോടെ മുൻപോട്ടുള്ള യാത്രയുടെ ലക്ഷ്യങ്ങൾ നമുക്കുണ്ടായെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ നിലയിലുള്ള പരിസമാപ്തി ഉണ്ടാകുവാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ,
പലതും ചെയ്തിട്ടും നിങ്ങൾക്കൊന്നും പ്രാപിപ്പാൻ കഴിയാതെ ജീവിക്കുന്നവരാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിങ്കൽ നിന്നും ചിലത് പ്രാപിപ്പാൻ വേണ്ടി ഇന്ന് പകൽക്കാലം നിങ്ങളോട്, നിങ്ങൾ കഴിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും എനിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും എനിക്കതിന്റെ ഉത്തരം പ്രാപിച്ചേ കഴിയൂ എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. പാട്ടുകാരൻ പറയാൻ, ലക്ഷ്യം അതാണ്, എന്റെ ആശ അതാണ്, എന്റെ ജീവനാഥനെ എന്ന് കാണുമോ. യേശു കർത്താവിനെ കാണുവാനായി, യേശു കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിപ്പാനായി, യേശുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുവാനായി നമ്മുടെ ഹൃദയത്തിനകത്തൊരു വാഞ്ചയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലതും പ്രാപിച്ചെടുപ്പാൻ കഴിയും. ലക്ഷ്യമില്ലാത്ത ഒരു ജീവിതമല്ല നമുക്ക് വേണ്ടത്. പ്രാപിപ്പാൻ വേണ്ടി ഒട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ പ്രാപിക്കുന്നവർ ഏകരാരാ? പ്രാപിപ്പാൻ വേണ്ടി ഓടുന്നവർ, ലക്ഷ്യത്തിന് വേണ്ടി ഓടുന്നവർ. ഇന്ന് പകൽക്കാലം നാം പ്രാർത്ഥിക്കുന്ന അനേക പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടാത്തതിന്റെ കാരണം എന്താ? പലരും അനേക വർഷങ്ങളായി ദൈവത്തെ ആരാധിക്കുന്നു, അനേക വാതിലുകളിൽ മുട്ടി അവിടെ നിന്നും മറുപടി കിട്ടാതെ നിരാശയോടെ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസങ്ങളായിരുന്നാലും, എത്ര വലിയ പ്രതികൂലമായിരുന്നാലും, എത്ര വലിയ വേദനയുടെ അനുഭവമാണെങ്കിലും അതിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചെടുപ്പാൻ ഞാൻ പ്രസംഗിക്കുന്ന എന്റെ കർത്താവിന് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ നിന്ന് സമർപ്പിക്കുക. നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്തത് എന്തുണ്ടോ അത് കർത്താവിന്റെ കരങ്ങളിൽ വിട്ടുകൊട്. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളൊരു മദ്യപാനിയാണോ? മദ്യപാനത്തിൽ നിങ്ങൾക്ക് വിടുതൽ വേണോ? അസമാധാനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾക്ക് സമാധാനം വേണോ? യേശുവിന്റെ പാദപീഠത്തിൽ വന്ന് യേശുവിന്റെ വാക്കുകൾ കേട്ട് നിങ്ങൾ മുമ്പോട്ട് ചലിക്കുക. നിങ്ങൾക്ക് പ്രാപിപ്പാൻ തക്കവണ്ണം നിങ്ങൾക്ക് ഓടാൻ സാധിക്കും. ആകയാൽ ഇന്നത്തെ പകൽക്കാലം ജീവനുള്ള ദൈവത്തെ വിശ്വാസത്താൽ ഹൃദയത്തിൽ അംഗീകരിച്ച് ദൈവത്തിൽ നിന്നും ചിലത് പ്രാപിപ്പാൻ നാം ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ തന്നെ നമ്മൾക്കൊരു തീരുമാനമുണ്ടാകണം. ഞാൻ എന്ന് പ്രാർത്ഥിക്കുന്ന എന്റെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ദൈവം എനിക്ക് മറുപടി തരുമെന്നുള്ളൊരു വിശ്വാസം വേണം. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. വിശ്വാസത്തോടെ നാം കഴിക്കുന്ന നേർച്ചകാഴ്ചകളിലാണ് ദൈവം പ്രസാദിക്കുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം പൗലോസ് പറഞ്ഞ ഈ വാക്കുകൾ ഞാൻ എടുത്തു പറയട്ടെ. അതേ, നിങ്ങളും പ്രാപിപ്പാൻ തക്കണം ഓടുക, ചിലത് ലഭിപ്പാൻ. കർത്താവേ, ഇന്ന് പകൽക്കാലം എനിക്ക് അങ്ങിൽ നിന്ന് ചിലത് വേണം. യേശു കർത്താവ് ശമരിയക്കാരത്തിയോട് പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന വെള്ളം കൊടുക്കുന്നവന് കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. അപ്പോൾ സ്ത്രീ പറയുന്നു, നാഥ, യജമാനനെ, ആ വെള്ളം എനിക്ക് വേണം. ഇന്ന് പകൽക്കാലം യേശുനാഥൻ പറയുന്നു, ഞാൻ കൊടുക്കുന്ന വെള്ളം, ഞാൻ തരുന്ന വെള്ളം, എന്റെ സമാധാനം, ഞാൻ നൽകുന്ന മറുപടി, ഞാൻ നൽകുന്ന ഉത്തരം, ഞാൻ നൽകുന്ന അനുഗ്രഹം, ഞാൻ അത് എന്നേക്ക് നിലനിൽക്കുന്നതാണ്. അത് പ്രാപിപ്പാൻ എത്ര പേർക്ക് ആഗ്രഹം? ഇന്ന് പകൽക്കാലം കർത്താവ് സൗജന്യമായി നൽകുന്ന ഈ നിത്യരക്ഷ, നിത്യസമാധാനം, പ്രത്യാശ പ്രാപിച്ചെടുക്കുവാൻ നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിക്കുക. ഇന്ന് പകൽക്കാലം ഈ വചനങ്ങളാ ദൈവം നിങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. പ്രാപിപ്പാൻ തക്കണം ഓടുക. നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ചില റിസൾട്ടുകൾ നിങ്ങളുടെ കയ്യിൽ വരും. കർത്തൃകരങ്ങളിൽ സമർപ്പിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.